പ്രായം നോക്കണ്ട, ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിന്റെ റെസിപ്പി, അതായത് റാഗി ഉപ്പുമാവ്, അതിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ അതിനായിട്ട് ആദ്യം വേണ്ടത് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ റാഗി പൗഡർ ആണ് കേട്ടോ. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതേ കപ്പിൽ തന്നെ 1/4 കപ്പോളം ശർക്കര എടുത്തിട്ട് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുക. പോരാത്തതിന് ഒരു 5 നുള്ളു ഉപ്പ്, അത് നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ടാണ് കേട്ടോ. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. ഏതാണ്ട് പുട്ടിന്റെ മാവിനൊക്കെ നനച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നനച്ചെടുക്കാൻ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ശർക്കര അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒരല്പം കൂടുതലായി പോയാൽ തന്നെയും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ മാവ് കറക്റ്റ് പരുവത്തിന് നനച്ചെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ കുറച്ചൊന്ന് മുറുക്കി നോക്കിയാൽ തന്നെയും പെട്ടെന്ന് പൊടിഞ്ഞു വീഴാത്തക്ക തരത്തിൽ വേണം നമുക്ക് ഈ മാവ് നനച്ചെടുത്ത് വെക്കാൻ കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റോളം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതെല്ലാം നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഉദ്ദേശം 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം കേട്ടോ. കശുവണ്ടിയുടെ കളർ ചേഞ്ച് ആയി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. ഉണക്കമുന്തിരി അത്യാവശ്യം മൂത്തൊരു ബലൂൺ പരുവമായി തുടങ്ങുമ്പോഴേക്കും ഇതോടൊപ്പം തേങ്ങ ചിരകിയത് 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുക. കൂടാതെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ചധികം സമയം നമുക്കിത് മൂപ്പിക്കാനായിട്ട് എടുക്കേണ്ടതില്ല. കുറഞ്ഞത് ഒരു 2-3 മിനിറ്റ് ഈ മീഡിയം ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഈ പറഞ്ഞ 3 മിനിറ്റുകൾക്ക് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച റാഗിപ്പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ശേഷം ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം അത്രയും തീ ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം തീ കൂടി പോയി കഴിഞ്ഞാൽ റാഗിയിലെ ജലാംശം പെട്ടെന്ന് വറ്റും. അങ്ങനെയെങ്കിൽ റാഗി കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ആർക്കും കഴിക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിന്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.